സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ലാലേട്ടൻ ഈസ് ബാക്ക് ബ്രോ. നമ്മൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്ത ലാലേട്ടനെ നമ്മൾ ഈ ഒരു സിനിമയിൽ കാണും. ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ പോലും ആ ഒരു മോഹൻലാൽ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും ഒരു മൂവി ലവറിന് അത്രമാത്രം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം റീസെന്റ് വന്ന എല്ലാ മൂവീസും ലാലേട്ടന്റെ വാസ് ലൈക്ക് ഭയങ്കര രീതിയിൽ ശോഭമായിരുന്നു. പക്ഷെ ഈ ഒരു മൂവിയും ലാലേട്ടന്റെ പെർഫോമൻസിനെ അടുത്ത് പറയാനൊന്നും ഞാൻ ഒന്നുമല്ല, അല്ലെങ്കിൽ ആ ഒരു ലെജൻഡിനെ കുറിച്ച് ഓക്കെ, ലെജൻഡിന്റെ പെർഫോമൻസ് ഓക്കെ, ഹീസ് ബാക്ക് ഇൻ ആക്ഷൻ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ ഒരു ബാഡ് ടൈമിൽ നിന്ന് മാറിയിട്ട് ഹീസ് ഓൺ ഹിസ് ട്രാക്ക് നൗ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി മൂവിയാണ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന മൂവി ആയതുകൊണ്ട് തന്നെ അതിൽ ഓരോ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ കണക്ഷൻസ് ആയാലും ആ ഒരു കേസ് ഫയൽസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒരിക്കലും വർക്കൗട്ട് ആവത്തില്ല. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലിമിറ്റഡ് സ്പേസും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒരു കേസിനെ ആ ഒരു മൂവി ഫുള്ള് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് റിപ്പീറ്റേഷൻ ആയിട്ടുള്ള സീൻസും ഡയലോഗ്സും അല്ലെങ്കിൽ ആ വിത്തിൻ ആ ഒരു ലിമിറ്റഡ് സ്പേസിന്റെ അകത്ത് അല്ലെങ്കിൽ ലിമിറ്റഡ് ക്യാരക്ടേഴ്സിന്റെ അകത്ത് തന്നെ ഒരു സ്റ്റോറി സംസാരിക്കുമ്പോൾ അവർ എൻഗേജിങ് എന്ന ഒരു ഫാക്ടർ ഇല്ലെങ്കിൽ നമുക്ക് പല പോർഷൻസ് ഭയങ്കര ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലാഗ് ആയിട്ട് ഫീൽ ആവും. അതായത് ആ ഒരു സംസാരിക്കുന്ന ഫാക്ടർ നമ്മൾ എൻഗേജിപ്പിക്കുന്ന ഒരു എലമെന്റോ അല്ലെങ്കിൽ ആ ഒരു ബേസോ ഇല്ലെങ്കിലാണ് ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ഞാൻ സീരിയസ്ലി പറയാം, ഒരു സ്ഥലത്ത് പോലും നമ്മളിങ്ങനെ ലാഗ് അടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഓക്കെ പ്രഡിക്റ്റബിൾ ആണ് അങ്ങനെ ഒന്നും തോന്നത്തില്ല. അപ്പം ജിത്തു ജോസഫ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, ഇതിലങ്ങനെ ദൃശ്യം പോലെ വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു പ്ലെയിൻ ലീനിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു മൂവി മാത്രമാണ്, അല്ല വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു സിനിമ കാണുമ്പോൾ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്തത് എങ്ങനെയായിരിക്കും ഒരു കേസ് ഫയൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ ഒരു സിനിമയെ കാണിക്കുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾ ട്രെയിലർ കണ്ടതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ഒരു കേസും അല്ലെങ്കിൽ ട്രയൽസും ഒന്നും നടത്താത്ത ഒരു അഡ്വക്കേറ്റ് ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. ആ ഒരു കേസാണ് കേരളത്തിന് തന്നെ വലിയൊരു സെൻസേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കേസാണ്. സോ ആ ഒരു കേസ് എടുത്തതിന് ശേഷം ആ ഒരു കേസോട്ട് എങ്ങനെ മുന്നോട്ട് പോകും, സോ ആ ഒരു കേസോട് മുന്നോട്ട് പോയിട്ട് ആ ഒരു കേസോടുള്ള ട്രയൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മറ്റേ വലിയ ലാഗ് അടിപ്പിക്കലോ അല്ലെങ്കിൽ വലിയ ബാക്ക് സ്റ്റോറി സംസാരിക്കുന്ന അങ്ങനെയൊന്നുമില്ല. സിനിമയുടെ ഒരു ടൈറ്റിൽ കഴിഞ്ഞാൽ അവിടെ നിന്ന് കഥ സംസാരിക്കുവാണ് അവിടുത്തെ എൻഡ് വരെ. ഒരു സ്ഥലത്ത് പോലും അനാവശ്യമായിട്ട് ആ ട്രാക്ക് മാറിയിട്ട് എവിടെയും തന്നെ പോകുന്നില്ല. അവിടെ തൊട്ട് അറ്റ് ദ എൻഡ് വരെ ആ ഒരു ക്ലൈമാക്സ് ഷോട്ട് വരെ ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. സിനിമയുടെ സ്റ്റാർട്ടിങ് ഞാൻ പറയുന്ന ആ ഒരു ടൈറ്റിൽ കാർഡ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സീക്വൻസ് ആ മൂവിയുടെ സ്റ്റോറിയിലോട്ട് എത്തി. ഇനി വേറെ എങ്ങോട്ടും ആ കാണുന്ന ഓഡിയൻസിന്റെ മൈൻഡും കാര്യങ്ങളൊന്നും പോകത്തില്ല. അവിടെ തൊട്ട് അറ്റ് ദ എൻഡ് വരെ ആ ഒരു ക്ലൈമാക്സ് ഷോട്ട് വരെ ഓരോ സീക്വൻസും അത്ര എൻഗേജിങ് ആയിട്ട് അത്ര അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി എടുത്തു വേണ്ട ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്. കാരണം അത്ര വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. ഓരോ സീക്വൻസ് ആ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുന്ന രണ്ട് അഡ്വക്കേറ്റ്സ് തമ്മിലുള്ള ട്രയൽസും കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ വരുവാണെങ്കിൽ ഒരു കാര്യം ആ ഒരു അഡ്വക്കേറ്റ് പറയുവാണെങ്കിൽ അപ്പോൾ ലാലേട്ടന്റെ ക്യാരക്ടർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് അത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും അല്ലെങ്കിൽ അതെങ്ങനെ ആൻസർ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് മൂവിയുടെ ഒരു 90% കോടതിയിലകത്താണ്. സോ ആ ഒരു കോടതിയിലകത്തുള്ള മിക്ക സീൻസും ആ രണ്ട് വക്കീൽ തമ്മിലുള്ള ഇന്ററാക്ഷൻസും അവർ ആ കേസ് ഹാൻഡിൽ ചെയ്യുന്നതും ആ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്നതും ആ ക്യാരക്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു കേസ് ഫയൽസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ലീനിയർ ആയിട്ട് സംസാരിക്കുന്ന മൂവി ആണെങ്കിലും നമ്മളെ ഭയങ്കര ഇതിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്ന ആ ഒരു ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ അടുത്ത സീക്വൻസ് എന്തായിരിക്കും അല്ലെങ്കിൽ അടുത്ത ആ വക്കീൽ എന്താണ് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതിലും ആ ഒരു എൻറ്റയർ സീക്വൻസിലെ ഓരോ റൈറ്റിങ്സും അത്ര അടിപൊളിയായിട്ടാണ്. എവിടെ എന്ത് പ്ലേസ് ചെയ്യണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ ഡ്യൂറേഷൻസ് അല്ലെങ്കിൽ എന്തായിരിക്കണം ആ സിറ്റുവേഷൻ എന്നൊക്കെ അടിപൊളിയായിട്ടാണ് സംസാരിക്കുന്നുണ്ട്. പിന്നീട് എടുത്തു വരേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എടുത്തു വരേണ്ട ലാലേട്ടൻ, സിദ്ദീഖ്, അനശ്വര. ലാലേട്ടൻ്റെ ഒക്കെ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഇന്ന ഒരു സീൻ കൊള്ളാം അല്ലെങ്കിൽ ഇന്ന ഒരു എലമെന്റ് കൊള്ളാം അങ്ങനെയൊന്നുമല്ല, എനിക്ക് പറയാൻ പോലും ഞാൻ ഒന്നുമല്ല. പക്ഷെ എന്നാലും ചില സീക്വൻസ് ഒക്കെ നമ്മളിങ്ങനെ വണ്ടർ അടിച്ചു പോകും. കാരണം ഇപ്പോൾ ഒരു സീക്വൻസിലാണ് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുള്ള ഒരു സീനാണ്. ആ ഒരു സീൻ എക്സ്റ്റൻഡ് വേർഷൻ നമ്മൾ എന്തായാലും മൂവിയിൽ കാണുമല്ലോ. സിദ്ദിഖ് സാറിന്റെ ഒരു ക്യാരക്ടർ ഒരു കാര്യം പറയുമ്പോൾ ലാലേട്ടന്റെ ക്യാരക്ടറിന് തിരിച്ചതിന് റിപ്ലൈ ഇല്ല അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് അയാൾ സ്റ്റക്കായി പോകുന്നതിൻ്റെ ആ ഡയലോഗും കാര്യങ്ങളൊന്നും അല്ലാതെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ കാണിക്കുന്നുണ്ട്. എൻ്റെ പോയിന്റ് അതൊന്നും ഒരു രക്ഷയില്ലാത്ത സീക്വൻസ് ആണ്. ആ ഒരു എൻ്റയർ മൂവിയിൽ ലാലേട്ടൻ ഭയങ്കര കാം ആൻഡ് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് സിദ്ദീഖ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് ഒരു ക്യാരക്ടറിനോട് ഭയങ്കര ഇതിൽ അറപ്പ് തോന്നത്തില്ല, രണ്ടെണ്ണം പൊട്ടിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നത്തില്ല. അങ്ങനെ തോന്നുവാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസ് ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻ്റയർ മൂവിയിൽ സിദ്ദീഖിന്റെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. അതിലും ലാസ്റ്റ് വരുന്ന കുറച്ച് സീക്വൻസിൽ പുള്ളിക്കാരുടെ ഒരു പെർഫോമൻസ് ആണ്. നമുക്ക് രണ്ടെണ്ണം പൊട്ടിച്ചാൽ കൊള്ളാൻ തോന്നും. അതാണ് നടൻ, മനസ്സിലായില്ലേ? പിന്നീട് അനശ്വര ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അനശ്വരയാണ്. കാരണം ഇതിനു മുമ്പുള്ള അനശ്വരയുടെ മിക്ക മൂവീസിലും ഒരുപാട് ട്രോളും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ശരിയായില്ല അല്ലെങ്കിൽ മിസ്കാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മൂവീസിൽ പറഞ്ഞതും ട്രോളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ ഈസ് അനശ്വര. കാരണം അത്ര
അടിപൊളിയായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്തിരിക്കുന്നത്. എന്ത് രസമെന്ന് പറയാം ആ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് എൻഡ് വരെ പുള്ളിക്കാരുടെ ഓരോ എക്സ്പ്രഷൻസും. കാരണം ഒരു നോർമലായിട്ടൊരു ക്യാരക്ടർ അല്ല, ഒരു ബ്ലൈൻഡ് ആയിട്ടൊരു ക്യാരക്ടറാണ്. സോ ആ ഒരു ബ്ലൈൻഡ് അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉള്ളപ്പോൾ തന്നെ ഓരോ സീക്വൻസിലും ആ ഒരു എക്സ്പ്രഷൻസ് ആയാലും ആ ഒരു ബോഡി മൂവ്മെന്റ്സ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അനശ്വരയുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും നേരെ. പിന്നീട് ജഗദീഷ് ചേട്ടൻ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാ മൂവീസിലും ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും മസ്റ്റായിട്ട് ഒരു മൂവി കണ്ടിരിക്കണം. അത്ര അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ആണ് ഈ മൂവി സംസാരിക്കുന്നത്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ആ ഒരു കാര്യം വളരെ എൻഗേജിംഗ് ആയിട്ടും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടും അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു മൂവിയുടെ എൻഡിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കും. കാരണം അതിന്റെ ഔട്ട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു കേസ് ഫയൽസിന്റെ കണക്ഷൻസും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സുമായിട്ടുള്ള കണക്ഷൻസും അവരുടെ ലൂപ്പ് ഹോൾസും അവർ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഇവന്റ്സും അല്ലെങ്കിൽ ഇതൊക്കെ അറ്റ് ദ എൻഡിലായിട്ടോ എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ഒരു മൂവിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മൂവിയിലെ പല സീക്വൻസ് എനിക്ക് നല്ല രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് മൂവിയുടെ എന്ന് പറയുന്നത്. സോ എല്ലാവരും മസ്റ്റായിട്ട് ഒരു സിനിമ കണ്ടിരിക്കണം. അങ്ങനെ ക്രിസ്മസിന് ആദ്യം വന്ന ഡങ്കിയും നേരും അടിപൊളിയായിട്ടുള്ള റിസൾട്ട്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഇനി അടുത്ത സലാറാണ്, ഇനി അക്വാമാൻ ഉണ്ട്. സോ 2 മൂവീസും കൂടി കാണാനുണ്ട്. സോ ഐം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ ഓൾറെഡി നേരുന്ന മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.